ആള് ഫ്രണ്ട്ലി ആയിരുന്നോ? ആള് ഫ്രണ്ട്ലി, പക്ഷെ ശബ്ദം അത്ര ഇതല്ല. എന്ത് പറ്റി? അല്ല, കുറച്ച് ഗൗരവേ. ജലദോഷമായിരിക്കൂടാ. ജലദോഷാണ് ഗൗരവ, സ്മൂത്ത് അല്ലവ. ആ നമുക്ക് എന്തായാലും പിടിക്കാം. എന്തായാലും പിടിച്ചണം. പിന്നെ വെച്ചാലേ ആ 150 ഗണ്ണ് പറഞ്ഞാല് അതൊക്കെ ഇജ്ജ് വാങ്ങാണെങ്കിലേ ഒരു 50 നിക്കറാണ്ടി. നിനക്ക് എന്തിനാ കണ്ട്? വെറുതെ ഗണ്ണ്, നല്ല ഡബിൾ ബാരൽ ഗണ്ണ് എന്ന് പറഞ്ഞ ആൾക്കാരെ ഭീഷണി എടുത്താനേ. അത് വേണ്ട. നീ പലവട്ടം എത്തുമ്പോ വിളിക്കും. മറ്റേ പുള്ളി വരുവാണെങ്കിൽ വിളിക്കുക കേട്ടോ. വിളിക്ക. പിന്നെ ഞാൻ ആരെ കൂട്ടിയാ പോവാൻ നോക്കട്ടെ. കാട്ടാക്കടയുള്ള മെമ്പറെ കൂട്ടി പോവാ. ഗൺഷോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഗൺഷോപ്പ് നിങ്ങൾക്ക് ബിസിനസ് ആയിട്ട് ആർക്കും വരാത്ത. നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൂ, അത്രയും പെട്ടെന്ന് ബിസിനസ് വരും. അത്രയും ലേറ്റ് ആണോ അത്രയും ലേറ്റ് ആയിട്ട് ബിസിനസ് ഉണ്ടാവുള്ളൂ നിങ്ങൾ ഗാങ്സിനുള്ളത്. ഞാനേ ഈ 4 പേരോടൊന്ന് മാറി നിന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യം, ഒരു ഫാമിലി കാര്യമായിരുന്നു, അത്യാവശ്യമായിരുന്നു. ഒന്ന് ജോക്കി മാസം ഒന്ന് വരണേ, ഒരു കാര്യം പറയാം. എക്സ്ക്യൂസ് മീ മിസ്റ്റർ കെ. ഒന്ന് വരണേ. ഞാനേ അല്ലല്ല സാബുവിന്റെ ഒരു കൺഫെഷൻ ഉണ്ട് എന്റെ കയ്യില്. അതായത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ പുള്ളി നമ്മളൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാംഗിൽ അത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അത് വെച്ചിട്ടാണ് കൺസൈൻമെന്റിന് ഇത് ചെയ്യുന്നത്. ഈ പുള്ളി ഏതോ 5 ഗാങ്ങിന് പൈസ ഫണ്ട് ചെയ്തിട്ട് അവരുടെ എന്തോ ഗണ്ണിന് പകുതി എന്തോ മേടിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ പുള്ളി ഡീലിംഗ് നടത്തുന്നത്. ഞാനത് നിങ്ങളോട് രണ്ടോട് ചോദിച്ചിട്ട് ഇത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയല്ല ജോഡിയാ, ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട്. അതായത് കൺസൈൻമെന്റ് അടിക്കാൻ പോകുമ്പോ ഒരു പൈസ കൊടുക്കണമല്ലോ. ഈ പൈസ കൊടുക്കാൻ ഇല്ലാത്ത ഗ്യാങ്ങുകളുണ്ട് നമ്മുടെ സിറ്റിയിൽ. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഈ പൈസ പുള്ളി കൊടുക്കും. അത് തന്നെ ഞാനും പുള്ളി കൊടുത്തിട്ട് കൺസൈൻമെന്റ് വരുമ്പോ ഇപ്പൊ 60 ഗണ്ണ് 70 ഗണ്ണ് കിട്ടുവാണെങ്കിൽ 50 ഗണ്ണ് അവർക്കും 20 ഗണ്ണ്. എന്നിട്ട് ഇത് 16 CR മറിച്ച് വെക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് എന്താ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൺ ഷോപ്പ് ഒരിക്കലും പിന്നെ സിറ്റി വരത്തില്ല. മറ്റേ ഗൺ ഷോപ്പ് വേണ്ടേ? പിന്നെ അത് വരണമെങ്കിൽ ഇത് പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ കൊടുക്കണോ വേണ്ടത് ഞാൻ നിങ്ങളോട് രണ്ടോട് ചോദിച്ചിട്ടായിരുന്നു. പുള്ളിയുടെ കൺഫെഷൻ എന്റെ ഫോണിലുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബ്ഗുരു എല്ലാം കൊണ്ടും നമുക്ക് ഒരു വെൽവിഷറായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാ പറയാത്ത. പുള്ളി ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ പുള്ളി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ സിറ്റിയില്. ഇതില് ശരിക്കും നഷ്ടവും നമുക്കാണ്. നമുക്ക് 5 CR ലിമിറ്റ് ഉണ്ട്. പുള്ളി 16 CR ഇത് കണ്ണമ്പിക്കുന്നു. നമ്മുടെ കണ്ണൊക്കെ അവിടെ മറ്റേ അട്ടി വെച്ചേക്കോ മറ്റേ വീട്ടില്. ഇത് പക്ഷെ ഒറ്റയിൽ എനിക്ക് നഷ്ടമാണ്. പുള്ളി എനിക്കൊരു സ്റ്റിയറിംഗ് വീൽ അയച്ചു തന്നിട്ടുണ്ട്. അത് ഷിപ്പിൽ എവിടെയോ ഉണ്ട്. ഇപ്പൊ എത്തിയില്ല വീട്ടിൽ. ജോക്കിയുടെ വണ്ടി ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാം കൊണ്ടും നഷ്ടമാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. പ്രയോജനം ഉണ്ടോ നമുക്ക്? അല്ല, കേക്കിനെ കൊണ്ടുണ്ട് ജോക്കി. നമുക്ക് മുമ്പോട്ടുള്ള കൺസൈൻമെന്റ് ഒക്കെ പിന്നെ നമ്മളിതിൽ പാർട്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൺസൈൻമെന്റും ഇല്ല, ടർഫും ഇല്ലെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോണിയപ്പനും ജോക്കിയും കൂടെ ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാന്നേ ഉള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു അല്ല, കൺവിൻസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് രണ്ടോട് ചോദിക്കാനായിരുന്നു സാബുവിനെ പെടുത്തണോ വേണ്ടെന്ന്. അല്ല, പെടുത്തരുത്. സാബുവിനെ കാര്യങ്ങൾ പറഞ്ഞു. സാബുഗുരുവിനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സാബു ആ പമ്പ് അല്ലേ വേണ്ട, പോട്ടെ. നമ്പർ ഉണ്ടോ? 999. ഇത് പിടുത്തണ്ടായിരിക്കും. അങ്ങനല്ല ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ, ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് പറഞ്ഞ് നിർത്തിക്കാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്കിനും ഒന്ന് ഇംപ്രസ് ചെയ്ത് വെക്ക് ജോക്കി. പിന്നെ എന്റെ അന്വേഷണത്തിന് ഒസാമ എന്ന് പറഞ്ഞൊരു പുള്ളിയില്ലേ നമ്മള് തപ്പുന്നേ, അത് സാബ്ഗുരുവിന്റെ അണ്ടർ വർക്ക് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് കിട്ടിയിപ്പോ. അതൊരിക്കലല്ല. കാരണം സാബ്ഗുരു ഇവിടെ വന്ന് ഇതാക്കണ സമയത്തെ നമ്മൾ ഒസാമയെ പിടിച്ചിട്ട് മണി ടർഫിൽ കൊണ്ടുപോയിട്ട് ഉരുട്ടിയതാ. അവ അതിലും വലിയ കള്ളനാണ്. ഈ സാബ്ഗുരുവിന്റെയും ഒസാമയുടെയും മീറ്റിംഗിന്റെ ദൃശ്യവും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പോട്ടെ, അതും വേണ്ട. ഞാൻ ഇപ്പൊ വരാം. അല്ല, പിന്നെ അത് നമുക്കിപ്പോ അത് പറയണ്ടല്ലേ, അത് വിട്ടേക്കല്ലേ. അതിപ്പോ പറയണ്ട. അതാ ഞാൻ പറയാ, ഞാൻ നിങ്ങളെ രണ്ടിനെ ഒന്നിച്ച് കിട്ടാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ, സാബ് ഗുരുവിന്റെ പേര് വരാതെ ഏതോ ഒരു അനോണിമസ് ഇതേപോലെ ഉണ്ട് ഗാങ്സിന്
പൈസ കൊടുക്കുന്നതെന്നുള്ള രീതിക്ക് അത് വേണോ? അതെന്തായാലും ഓൾറെഡി പുള്ളിക്ക് അറിയാലോ സാബ് ഗുരു ആണോ ചെയ്യുന്നതെന്ന്. അപ്പൊ പിന്നെ നമ്മൾ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വിശ്വസിക്കൂല. കുറച്ച് ടൈം ചോദിക്കാം, നമുക്ക് ഇത് അന്വേഷിക്കാം എന്നുള്ള ടൈമേ അങ്ങനെ ചോദിക്കാം. ഇങ്ങനെ ജോണിയപ്പോ തൽക്കാലം ഇങ്ങനെ പറ, അന്ന് ഞങ്ങളുടെ മുമ്പേ വെച്ച് സംസാരിച്ചപ്പോൾ നമ്മളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ചില്ല, അത് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് ഇതാക്കാൻ ഒരു സമയം തരുമോന്ന് ചോദിച്ചാൽ അത് കേക്ക് എടുത്ത് അതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് സാബ് ഗുരുവിനെ അടുത്തോട്ട് ചോദിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ. ഇത് TDS അല്ല, ഇത് എനിക്ക് എന്റെ ഒരു ഇത് പറയാനാണെങ്കിൽ ഇത് മിക്കവാറും MS-13 ആയിരിക്കും. വൂൾഫി അല്ല പേര് കിടന്നിരുന്നത്, MS-13 ആവാനാണ് സാധ്യത. ഹലോ വാസുപ്രോ? അതെ ആരാണ് ഇത് വുൾഫി, ഞങ്ങൾ MS-13 ആൾക്കാരായിരുന്നു. ഞങ്ങൾ കേക്ക് ആയിട്ടൊരു ചെറിയ മീറ്റിംഗിലായിരുന്നു. ഞാൻ ഗാങ് ഹൗസിൽ എത്തുമ്പോ വിളിക്കാം. ഓക്കെ ഒന്ന് ഇപ്പൊ ഉടനെ എത്തുമായിരിക്കും അതോ? ഒരു 10-15 മിനിറ്റ് മാക്സിമം. ഓക്കെ ശരി ഒന്ന് എത്തുമ്പോഴത്തേക്ക് വിളിച്ചു. ശരി. എന്നിട്ട് നമ്മൾ അങ്ങ് ഇരുന്നാ മതി. ഇത് ജോക്കിക്ക് ചെറിയൊരു അസ്വസ്ഥത. അപ്പൊ എന്റെ അടുത്ത് ഒന്ന് കുറച്ചു നേരം ഒന്ന് എടുത്തോണ്ട് നടക്കാൻ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കുറച്ച് ടൈം കൂടെ വേണം അതിനെപ്പറ്റി ഒന്ന് തിരക്കാനും. അതെ, സത്യം പറഞ്ഞാൽ കേൾക്കുകയുണ്ടല്ലോ, നമ്മള് പുള്ളി ഇല്ല എത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഇത് സത്യമാണോ ഇല്ല, നമ്മൾ അന്നേരം അത് അങ്ങനെ കേട്ടങ്ങ് വിട്ടതാ ഇവര് രണ്ടുപേരും. മനസ്സിലായ ഇതൊരു സത്യം, നമ്മളത് അന്വേഷിക്കാനായിട്ട് പോയില്ല. കാരണം സാബ് ഗുരു സിറ്റിയിൽ ലീഗൽ സൈഡ് ബിസിനസ്സുകൾ മാത്രം ചെയ്തു വരുന്ന ഒരാളാണല്ലോ. പമ്പ്, മറ്റേ ബംഗ്ലാവ്, വീട്, ബാങ്ക്, റിസർവ് ബാങ്ക്. അത് ഒരു മിനിറ്റ്, സോറി. ഹലോ ഗുരു, പറയൂ. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു നിൽക്കുന്നത്? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു അധോലോകമായി കഴിഞ്ഞ്. ഞങ്ങളിപ്പം കേക്കയുടെ അടുത്താണ്. മിസ്റ്റർ എക്സിനെ പറ്റിയൊക്കെ അറിയാവോ? ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോ വലിയ പ്രശ്നമാകാൻ പോവാ. കേക്കെ അറിഞ്ഞ് നിങ്ങൾ ഗ്യാങ്ങിന് ഫണ്ട് ചെയ്യുന്നതും അവരുടെ ഗണ്ണ് മേടിക്കുന്നതും പുറത്ത് വിൽക്കുന്നതും ഒക്കെ. കാര്യമുണ്ട്. ഇവിടെ വളവിലും വഴക്കിലും മൂട്ടിലും നിൽക്കുന്ന എല്ലാ കൊച്ചു ഫുണ്ടകളുടെ വരെ കയ്യിലും തോക്കൊഴുകുന്നു. ഇതിനൊക്കെ കാരണം നിങ്ങളാണ്. നിങ്ങളൊരു തോക്ക് മാഫിയായി ഇവിടുത്തെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഒരാളെടുത്ത് ഇതുവരെ ഡയറക്റ്റ് ഡീൽ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ അന്ന് ഒരു ദിവസം വന്നിരുന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ? അത് എനിക്ക് പറയാലോ, എനിക്കെന്തും പറയാലോ. പക്ഷെ പറഞ്ഞത് സത്യമാണെന്നില്ലല്ലോ. നമുക്കിപ്പോ ആൾക്കാരോട് എന്തും പറയാലോ. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ രണ്ട് ടിവിയുടെ ഗോഡ് ഫാദറിനെ കെവിയുടെ ഗോഡ് ഫാദറിനെ അവിടെ പിടിച്ചു നിർത്തിയേക്കോ സത്യം അറിയാൻ വേണ്ടി. അത് കുഴപ്പമില്ല. പക്ഷെ അത് ഒരു കണ്ണൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. പറഞ്ഞോ. ഈ ഒസാമ ഇല്ലേ, ഒസാമ അവനുമായിട്ട് എന്തെങ്കിലും ഡീലിംഗ് ഉണ്ടോ? ഇല്ല. അപ്പൊ സാബ് ഗുരുവിന്റെ കണ്ണൊക്കെ വെക്കുന്നത് ആരാ? എന്റെ കണ്ണൊക്കെ വെക്കുന്നത് എനിക്ക് പോലും അറിയില്ല ആരാന്നുള്ളത്. അതാണ് ഞാൻ ഉണ്ടാക്കിയ ഇവിടുത്തെ സിസ്റ്റം. എന്നെ ഇറക്കിക്കോ. ഇതിന്റെ മുകളിൽ ആരാന്നോ ഇതിന്റെ താഴെ ആരാണെന്നോ അല്ലെങ്കിൽ ഇത് ആരാന്നോ ചെയ്യുന്നത് അങ്ങനെ ഒരാൾക്ക് ഇത് ട്രേസ് ചെയ്ത് പിടിക്കാൻ കഴിയില്ല. കാരണം ഞാനിതൊന്നും എന്റെ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യലില്ല. ഞാനിതിലേക്കൊന്നും ഡയറക്റ്റ് ഫണ്ട് കൊടുക്കുന്നില്ല. ഫണ്ട് കൊടുക്കുന്നതിന്റെ അല്ല, അവര് ഇപ്പൊ നമ്മുടെ അടുത്ത് കേക്കെ ചോദിച്ചോണ്ടിരിക്കുക ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയോ, എന്തെങ്കിലും ഇതാക്കാ പറഞ്ഞു തരുമോ? എന്റെ അഭിപ്രായത്തില് ഇവിടെ ഏറ്റവും വലിയ ഗൺ മാഫിയ ആരാന്നറിയോ? ആരാണ്? ചന്ദ്രബോസ് കൊടുത്ത വഴി ഞാൻ പല ഗണ്ണും വാങ്ങിച്ചിട്ടുണ്ട്. ചന്ദ്രബോസാണ് ഇതിന്റെ പിന്നിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ മാഫിയ ചന്ദ്രബോസാ. ഗണ്ണാണെങ്കിലും എന്താണെങ്കിലും എല്ലാ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്ന ചന്ദ്രബോസാണ്. ഞാനൊക്കെ ശിശു. ഇത് എങ്ങോട്ടാ ഇത് പോണ ദൈവമേ? ഇവിടെ ഏറ്റവും വലിയ ഗൺമാഫിയ ചന്ദ്രബോസാ. ഇങ്ങനൊന്നും പറയല്ലേ, ഇതൊക്കെ അവന് കേൾക്കുമ്പോ ഭയങ്കര ഹരവാ. അല്ല, സത്യം കൂടുതൽ പോക്കത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും.
ഞാൻ പറയും, ഞാൻ അത് വളരെ രഹസ്യമായിട്ട് വെച്ചൊരു കാര്യമാണ്. ഇവിടുത്തെ ഗൺ മാഫിയ, ചന്ദ്രബോസ്, മുച്ചിരി, ഇവരൊക്കെയാണ്. മുച്ചിരിയാ? ഇവരാണ് ഈ ഗണ്ണ മലയാളം സംസാരിക്കാൻ അറിയാത്തവരാ? അവരൊക്കെയാണ് ഈ ഗണ്ണ് ഔട്ട് ചെയ്യുന്നത്. ഈ ഔട്ട് ചെയ്ത ഗണ്ണ് പല വഴിക്കൂടി തിരിഞ്ഞു പറഞ്ഞിട്ടാണ് നമ്മളെ കൈകളിൽ എത്തുന്നത്. മനസ്സിലായോ? നിങ്ങളെ സീരിയൽ നമ്പറുള്ള കുറച്ച് ഗണ്ണ് ഇതിന്റെ മുന്നേ മിസ്സായില്ലേ? അതൊക്കെ ചന്ദ്രബോസ് മുഖേന വന്ന സാധനങ്ങളാ. അതൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കണ്ണ് പോലും ആ ബാച്ച് മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ബാച്ച് പോലും പോയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ ഗണ്ണിന്റെ കൺസൈൻമെന്റ് അടിക്കുന്ന ആൾക്കാരാരാ? അപ്പൊ നിങ്ങൾ അത് ആലോചിച്ചാൽ മതി, ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഗണ്ണ് പുറത്തു പോകുന്നത്. നമ്മളെ ടിവിയുടെയും കെവിയുടെയും കയ്യിൽ നിന്ന് അധികം ഗണ്ണുകൾ പ്രീവാറിൽ പോയിട്ടില്ല. ഈ ഇടയ്ക്കും കണ്ട ഒരു പ്രീവാറിൽ എന്തോ നമ്മുടെ കയ്യിൽ നിന്ന് ഗണ്ണ് പോയിട്ടുള്ളൂ. അല്ല ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? ഞാനൊരു രഹസ്യ വിവരം തരട്ടെ. നിങ്ങളെ ഗണ്ണുകൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ, യൂസ് ചെയ്ത് ഈ മറ്റേ തീരാനായ ഗണ്ണില്ലേ, ഈ ഇവിടെ കുറച്ച് ആൾക്കാർ ഇതിന്റെ ഓരോ പറയുന്നില്ല. ഇവിടെ ചെയ്തെന്താ പറഞ്ഞാല്, യൂസ് ചെയ്ത് തീരാനായ ഗണ്ണ് വാങ്ങിക്കും, ചെറിയ പൈസക്ക് വാങ്ങിച്ചിട്ട് ഈ ഗണ്ണ് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് നല്ല ഗണ്ണ് എടുത്തുണ്ടോ? മനസ്സിലായോ? എങ്ങനെ മനസ്സിലായി? അപ്പൊ അതായത് ഈ യൂസ് ചെയ്ത് തീരാനായ ഗണ്ണുണ്ടാവല്ലോ, ഡ്യൂറബിലിറ്റി കഴിയുന്ന ഗണ്ണില്ലേ, ഇത് തിരിച്ചു കയറ്റിട്ട് നല്ല ഗണ്ണെടുക്കും. ഇത് എവിടെ തിരിച്ചു കയറ്റും? ഇത് നിങ്ങൾ എവിടെയാണോ ഗണ്ണ് വെക്കുന്ന അവിടെ. എന്നിട്ട് അവരെന്ത് ചെയ്യും? നല്ല ഗണ്ണെടുത്തിട്ട് പുറത്തു വെക്കും. ഇതൊക്കെയാണ് നിങ്ങളെ ഫാമിലി നടക്കുന്നത്. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് കണ്ടാ മതി. ഇതൊക്കെ ഒരു 1.5 മാസം മുമ്പ് വരെ നടന്നിട്ടുണ്ട്. ശരിയാ, അതിനുശേഷം നടന്നിട്ടില്ല. ഒരാഴ്ച മുന്നേ നടന്നൊക്കെ എന്റെ കയ്യിലെത്തേക്ക്. ഒരാഴ്ച മുമ്പോ? ഇതൊക്കെ വളരെ സീക്രട്ടാണ്. അതായത് ചന്ദ്രൻ എനിക്ക് 1000 CR ഒക്കെ തന്നത് അന്വേഷിച്ച് നോക്കിയാൽ മതി. ചന്ദ്രൻ എനിക്ക് 1000 CR തിരിച്ചു വന്നാ അറിയോ? ചന്ദ്രനെ കടം വീട്ടിയോ? വീട്ടി അത് ആ ഫണ്ട് എവിടുന്നാ വന്നത്, അതെങ്ങോട്ടാ പോയത് എന്നൊക്കെ അന്വേഷിച്ച കംപ്ലീറ്റ് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ 2 ബോസാണുള്ളത്, ഒന്ന് മുച്ചിരി ബോസും ഒന്ന് ചന്ദ്ര ബോസും. ഇവരറിയാതെ സിറ്റിയിൽ ഒരു ഇല്ലീഗൽ ബിസിനസ് നടക്കുന്നില്ല. ഇവിടെ മിസ്റ്റർ എക്സ് അന്വേഷിച്ച് പോയാല് ലാസ്റ്റ് നിങ്ങളെ ഫാമിലി തന്നെ എത്തുക. ആരും വിളിച്ചൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ഫൈനൽ. എന്റെ കാര്യം ഞാൻ മാനേജ് ചെയ്യും, കുഴപ്പമില്ല. എന്നെ പറ്റിയുള്ള ഒരു തെളിവ് പോലും അവർക്ക് അവശേഷിക്കാൻ അല്ലെങ്കിൽ ഒരാൾക്ക് എന്നെ ചൂണ്ടിക്കാണിക്കാനോ ഉണ്ടാവില്ല. അതെനിക്ക് 100% ഉറപ്പാ. ജോക്കി അവിടെ നിന്ന് എന്തോ പ്ലക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് തത്സമയത്തില് കേട്ടാ. അത് ഞാൻ ബിസ്ക്കറ്റ് ഇങ്ങനെയാ ബിസ്ക്കറ്റ് ഇരുന്നത്. ഹലോ, ഞാൻ പറയണ സാബുഗുരു, ഞാനിപ്പോ എന്ത് പറയണം കേക്കയുടെ അടുത്ത്? അറിയില്ലാന്ന് പറയണോ? ഞാനില്ലൊന്നുമില്ല. ഓക്കെ എന്നാ ഞാൻ അങ്ങനെ പറയാവേ. ഓക്കെ പിന്നെ പ്രകാശം പരക്കട്ടെ. അപ്പൊ ശരി. പ്രകാശോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതോ, അത് മിസ്റ്റർ എക്സിന്റെ അടുത്ത് നിങ്ങൾ ഇതിന്റെ ഡീലിന് പോകാണ്ടിരിക്കുന്നത് നല്ലതാണ് എന്റെ അഭിപ്രായം. ഈ കേക്കൊക്കെ നല്ലോണം അറിയാം. ഇതിന്റെ ബാക്കിൽ ചന്ദ്രബോസ് അതുണ്ട്. ചന്ദ്രബോസ് ആണെന്നുള്ള കാര്യം കേക്കൊക്കെ അറിയാം, പക്ഷെ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ് സോൾവ് ചെയ്ത കാര്യമാണ്. അത് സോൾവ് ആവില്ല, കാരണം അവരിപ്പോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഈ മുള്ളോണ്ട് എടുക്കാന്നുള്ളൊരു കളിയാണ് കേക്ക് ഇവിടെ കളിച്ചുകൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. ഓക്കെ ശരി. ജോക്കി, മുള്ളുകൊണ്ട് എടുക്കുന്ന പരിപാടി എന്തോന്ന് അറിയോ ജോക്കിക്ക്? ഇല്ല, പറഞ്ഞു. എനിക്കും അറിയില്ല, അത് പുള്ളി അങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത്. അതെന്താന്ന് അറിഞ്ഞ് കണ്ടുപിടിക്കണം എനിക്ക്. ചന്ദ്രന്റെ കേസ് എന്താ പറഞ്ഞേ? അതാണ് മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞത്. ഒരാളെ പിടിച്ച് ഇറാനിൽ പോലെ ബോംബും വരുന്നുണ്ടോ?
ഇല്ല എന്താ അടിയുണ്ടോ? കേക്കേ പറയൂ. കേക്കെ നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. ഞാൻ അതാണ് ഒരു കോൾ വിളിക്കാൻ പോയത്. പക്ഷെ എനിക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി. ഇതെന്താ അന്വേഷിച്ചേ? അതാണ് അന്വേഷിച്ചപ്പോ ഒന്നും കിട്ടിയില്ല. പറഞ്ഞ ഒസാമനെ പിടിച്ചു പിടിക്കാൻ പോവാന്നോ എന്താ പറഞ്ഞ ഓർമ്മയില്ലേ? അതൊക്കെയാണ് അതിനൊക്കെയല്ലോ ഞാൻ പറയണം. ഞാൻ പറയണത് ഈ സാബ് ഗുരുവിന്റെ കാര്യത്തെ പറ്റിയാണ്. കേക്കൊക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് പറ, ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് പറയാം. കേക്കൊക്കെ ഈ കൂട്ടത്തിൽ നമ്മുടെ KVA ഫാമിലിയിലെയോ TVA ഫാമിലിയിലെയോ ആരെങ്കിലും സംശയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് സംസാരിക്കാം. എനിക്ക് മുള്ളിനെടുക്കാൻ നോക്കിയപ്പോ എന്റെ അടുത്ത് വാസമോൻ ഒരു ഇത് വെച്ചത്, ചെക്ക് വെച്ചത്. കള്ളനെ പിടിച്ചു തരാം, ഞങ്ങളവിടെ വെറുതെ വിടണം പറഞ്ഞത്. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കും. അല്ല അത് 1 മാസം 2 മാസം കണ്ടായില്ലേ? നമ്മൾ പിടിക്കുന്നു പറഞ്ഞാൽ പിടിക്കും. ക്യാൻസർ രോഗി മരിച്ചിട്ടല്ല ക്യാൻസർ ചികിത്സ നടത്തണ്ടേ? അത് പുതിയൊരു അറിവാണ് കേട്ടോ. ഒരു കൊല മാത്രം മതിയോ? എല്ലാ പഴം വേണം. എല്ലാ പഴം സമയം കൊലയല്ലേ ഇപ്പം സമയം എടുക്കുക. കൊല പണ്ടത്തെ കൊല ഇതൊക്കെയാണ് ഇതില് വരുന്ന കാര്യങ്ങൾ കേട്ടോ. ഇത് പഴുക്കുന്നോണ്ടാണ്. എനിക്ക് കുഴപ്പമില്ല, പഴുക്കുന്നതോറും ബിസിനസ് ലേറ്റ് ആവും. നിങ്ങള് ഞാനൊരു കാര്യം പറയട്ടെ കേക്ക്. സമയമില്ലല്ലോ. ഒരാള് ഗർഭിണിയായ പ്രസവിക്കാൻ 11 മാസം എടുക്കത്തില്ലേ? അത് കണക്ക് ഒരുത്തം കണ്ണു കൊണ്ടുപോയി കഴിഞ്ഞാൽ 6-7 മാസമൊക്കെ എടുക്കും. എടുക്കത്തില്ലേ? എടുക്കുന്ന സമയത്ത് എന്തോ എടുത്തു. ഞാനൊരു ഉപമ പറഞ്ഞാടോ. ഉപമ പറഞ്ഞാണ് കേക്ക്. അപ്പം അത് സമയം എടുക്കും കേക്ക്, മനസ്സിലായോ? നമ്മൾ തത്സമയത്തിൽ ഒരു 2 മാസം മിസ്റ്റർ ജോക്കി, അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഗണ്ണ് ഇങ്ങനെ ഓഫായിട്ട് വലിയ സെയിൽ നടക്കുന്നുണ്ട്, നമുക്ക് ബിസിനസ് കുറയുന്നുണ്ട്. കേക്ക് ഇപ്പൊ ആവശ്യം പറഞ്ഞ ഒസാമയെ പിടിക്കണം. ഒസാമയെ പിടിക്കല്ല, ഒസാമയെ പിടിക്കലല്ല ജോക്കി കേക്കയുടെ ആവശ്യം. കേക്കയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഗാങ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഗൺസ് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒതുങ്ങി നിൽക്കണം. അത് സിറ്റിസൺസിന്റെ കയ്യിൽ അവിടെ എവിടെയൊക്കെ ചെല്ലുന്നതും ഗണ്ണിന്റെ ഫ്ലോ കൂടുന്നതും നമ്മുടെ ഇതിനെ ബാധിക്കും. അത് ഇവിടെ ഇല്ലീഗലി അവർ ഇത്രയും കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന അവർക്കത് ബുദ്ധിമുട്ടാണ്. അതാണ് കേക്കയുടെ ടാർഗറ്റ്. അല്ലാതെ കേക്കയുടെ ടാർഗറ്റ് ഒരിക്കലും ഒസാമയെ പിടിക്കലല്ല. ഒസാമ ആരാണ്? കേക്ക് ഉള്ളത് കൊണ്ടാണ് ഒസാമ പോലും വന്നത്. അപ്പൊ കേക്ക് ലീഡ്സ് വേണം, ആരൊക്കെ വിൽക്കുന്നുണ്ടെന്നുള്ളത്. അതെ, അതുണ്ട്. കേക്കുണ്ട് അല്ലേ? ലീഡ്സ് എന്തെങ്കിലും ഞാൻ വേണേ നെയിം പറഞ്ഞുതരാം. പറ. ഒന്ന് ഈ പറഞ്ഞ ഒസാമ, ബ്ലാക്ക് ബെൽറ്റ് സലീം. ബ്ലാക്ക് ബെൽറ്റ് സലീമാ? പുതിയ ആളാണല്ലോ. അല്ലല്ല, ഓൾറെഡി ഉള്ള ആളാ. ബ്ലാക്ക് ബെൽറ്റ് സലീമിന്റെ പേര് അതെ അതെ അതെ. പിന്നെ വന്നിട്ട് നമ്മുടെ എന്താ ഇരിക്കാത്ത, പിന്നെ വന്നിട്ട് 1 മിസ്റ്റർ പീറ്റർ. രാജുക്കുട്ടൻ. അതിപ്പോ എനിക്ക് എന്നത് പറയാട്ടോ. ഒരു ചെയിനുണ്ട്, ഒരു ചന്ദ്രബോസിനെ മിസ്സാക്കി. ഇല്ല വീണ്ടും അല്ല, ഞാനിത് കുക്കുടോവാദ ലോകത്തിലെ എല്ലാ ആൾക്കാരുടെ മുമ്പിൽ ഒരു കൺഫെഷൻ നടത്തുകയാണ്. ഒരു കുറച്ച് മാസം മുമ്പ് വരെ ചന്ദ്രബോസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ അംഗം ഗണ്ണ് മോട്ടിച്ച് വെളിയിൽ മറച്ചു വെക്കുമായിരുന്നു. കഴിഞ്ഞ 1 മാസമായിട്ട് കോഹ്ലിയുടെ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്ന ആളെ പുറം ലോകത്ത് അധികം അറിയിച്ചില്ലെന്നേ ഉള്ളൂ. വെളിയിൽ ഇറങ്ങുമ്പോൾ ഹുഡിയൊക്കെ ഇട്ടാണ് ഇറങ്ങാറുള്ളത്. പക്ഷേ ആൾക്ക് ഒരു ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച കാര്യമായിരുന്നു. ആൻഡ് അതൊരു അബദ്ധം പറ്റിയതാണ്. പിന്നെ കുറെ ഫൈനാൻഷ്യലി കുറെ കടങ്ങൾ തീർക്കാനുള്ളത് കൊണ്ട് നമ്മൾ 1 വർഷത്തേക്ക് വാൺ ചെയ്ത് വിട്ടു. അല്ല, ഒരു ഡൗട്ട്. ഗ്യാങ്സിന് കറക്റ്റ് പ്രോപ്പർ എമൗണ്ടില് കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ, ഉണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞ ചന്ദ്രൻ കുറ്റം ചെയ്തിട്ടില്ല. ഗ്യാങ്സിനല്ല കൊടുക്കുന്നത്. അല്ല, സിറ്റിസന്
പറ്റില്ല അതാ പറ്റില്ല, അതാ പറഞ്ഞേ. ഞാൻ വിചാരിച്ചു ഗാങ്സിനാണെന്ന്. ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ ബ്ലാക്ക് ബെൽറ്റ് ബ്ലാക്ക് ബെൽറ്റ് സലീം എന്നൊക്കെ പറയണത് പോലെ ഈ ചന്ദ്രന്റെ അടിയിൽ ഇങ്ങനെ ഒരു വിങ് ക്രിയേറ്റ് ആയിരുന്നു. സോമശേഖരൻ എന്നൊക്കെ പറഞ്ഞ് കൊറേ ഒരു വിങ് ക്രിയേറ്റ് ആയി. അവരായിരുന്നു ഈ ഗണ്ണ് ഫുള്ള് ഡീൽ ചെയ്യണത്. അപ്പൊ ഈ മാഫിയ ഇങ്ങനെ വളർന്നോണ്ടേ ഇരിക്കുവോ ഡെയിലി. വാസു ഒരു പേര് വിട്ടുപോയി കേട്ടോ. പിന്നെ കൂട്ടത്തില് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു സാധനത്തിന് ഞങ്ങൾ കൊണ്ടുവന്നില്ലായിരുന്നു. AP പാപ്പൻ പുള്ളിയും 2 കണ്ണ് വിറ്റായിരുന്നു പുറത്ത്. ചില ആൾക്കാർക്ക് എന്തോ ഒരു സ്വത്തുണ്ടെങ്കിലും കട്ട് വിറ്റാലേ സുഖം വരുള്ളൂ. അങ്ങനെ ചില ആൾക്കാരുണ്ട് ജോക്കിയത്. പ്രായത്തിന്റെ അതെ, പ്രായത്തെ പറയരുത് കേക്ക്. എല്ലാ പ്രായമുള്ളവരും അങ്ങനെയല്ല. അത് ശരിയാ. ജോക്കി പോലും തൊടാറില്ല. സത്യം. പുള്ളിക്ക് പക്ഷെ കാശിന്റെ ആവശ്യം എന്താ? വന്നാലേ ആവശ്യമുള്ളൂ, ചെലവുള്ളൂ. അതെ, എല്ലാം മുന്നിൽ നിന്ന് ഞാൻ നോക്കാറുള്ളതുകൊണ്ട് ജോക്കിക്ക് അങ്ങനെ കടമൊന്നും ഇല്ലല്ലോ. പക്ഷെ വാസു വേറെ കാര്യം പറയട്ടോ, പണ്ട് പുള്ളി KV എന്നും മീറ്റിംഗ് വരായിരുന്നു. PV വന്ന പിന്നെ വരാണ്ടായത് പുള്ളിയല്ലേ. തിരിച്ചു കൊടുത്താലോന്നുള്ളൊരു ആലോചനയുണ്ട്. തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഹിറ്റ്മാനെ അങ്ങ് എടുത്താലോ? തരുമെന്ന് തോന്നുന്നില്ല ജോക്കി. ഇപ്പം തന്നെ കാർലോ ഭാര്യയോട് സംസാരിക്കണത് ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട്. ഹിറ്റ്മാനോട് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത അടിനാശം വെള്ളപ്പൊക്കമാവും. മനസ്സിലായോ? അപ്പൊ കേക്ക് ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. കേക്ക് ഇതൊന്നും നിങ്ങളില്ല. പീറ്റർ ഈസ് വൺ ഓഫ് ദി ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ചന്ദ്രൻ, ചന്ദ്രബോസ് TVA. അവനെ എനിക്കറിയാം. അവനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഈ പീറ്ററിനെ ഞാൻ പിടിച്ചായിരുന്നു. പീറ്ററിനെ പിടിച്ച് നല്ല ഇടി ഇടിച്ചായിരുന്നു. ഒരു 5 ദിവസം ഗുഹയ്ക്കകത്തിട്ട്. എന്താ കേട്ടില്ല? എന്നിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പുള്ളി ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? അത് പുതിയ ഇൻഫർമേഷൻ. ഞാൻ പറയട്ടെ ഞാൻ ഇവനെ പിടിച്ച് സെല്ലിനകത്തിട്ട് ഒരു ഗുഹയ്ക്കകത്ത് ഒളിപ്പിച്ച് വെച്ച് ഫുഡ് പോലും കൊടുക്കാതെ നല്ല ഇടി ഇടിച്ച്. ഇനിയിപ്പം കിട്ടുവാണെങ്കിൽ കേക്കയുടെ മുന്നിൽ ഡയറക്റ്റ് കൊണ്ട് തരണോ? അല്ല, കേക്ക് എക്സാക്ട്ലി എന്താ വേണ്ടുന്നേ? ഞങ്ങളിത് നിർത്തി തരണോ, അതോ ഇത് ചെയ്യുന്നവരെ പിടിച്ചു തരണോ? ഇനി ചന്ദ്രനാണേലും പിടിച്ചു കെട്ടിക്കൊണ്ടു തരാം. അതിന് കാർലോ ചെയ്താലും അപ്പാപ്പൻ ചെയ്താലും ജോഡി അപ്പാപ്പൻ ചെയ്താലും ഹിറ്റ്മാൻ ചെയ്താലും ഞാൻ ചെയ്താലും ജോക്കി ചെയ്താലും നമ്മൾ പിടിച്ചോണ്ട് വരും. പിടിച്ചോണ്ട് നമുക്ക് നിങ്ങളുടെ മുന്നിൽ തീരുമാനം എടുക്കാം. ഒന്നെങ്കിൽ പുള്ളി അങ്ങ് അവസാനിപ്പിച്ചിടാം. ചന്ദ്രനെ എനിക്ക് കൊണ്ട് തരാൻ പറ്റത്തില്ല. ഞാൻ കാർലോ ഏൽപ്പിക്കാം. കാർലോ കൊണ്ട് തരുവേ. കാരണം എനിക്കത് കണ്ടിരിക്കാൻ പറ്റില്ല. എനിക്കത് പിന്നെ ചന്ദ്ര ഗ്യാങ്ങിലുണ്ട്. പിന്നെ എടുത്ത് കോഹ്ലിയുടെ പൊസിഷൻ കളഞ്ഞതേ ഉള്ളൂ. ഗ്യാങ് മെമ്പറാ. പക്ഷെ അവൻ ഈ പോക്കത്തരം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല കേട്ടോ. ഇപ്പൊ സത്യമായിട്ട് അറിഞ്ഞൂടാ. ഇപ്പൊ അത് ചെയ്യുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. കേക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, സമ്മതിച്ചു. അല്ല, കേക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ട് ഇപ്പൊ ചന്ദ്രൻ ഇത് ചെയ്യുന്നുണ്ടെന്ന്? ഇപ്പൊ പീറ്റർ ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് സലീം ചെയ്യുന്നുണ്ട്. കേക്കാവോ? അതായത് നമ്മളെ TVയും KVയും കൂടി അന്വേഷിച്ചിട്ട് അടുത്ത എന്തോ കോൾ എടുത്തിട്ടും എന്തോ പുതിയ ഉടായിപ്പോയി. ഇത് എന്റെ വീടിന്റെ പുന്നമൂട്ടിലെ ജിയോ പോലെയായി ചേട്ടാ. ഇത് കോള് വിളിച്ചാൽ ഇങ്ങനെ കട്ടായി പോവാ. ഞാൻ റിയൽ ലൈഫിൽ ആരെങ്കിലും കോള് വിളിച്ചാൽ ഇങ്ങനെ എൻ്റെ ഫോണ്, എൻ്റെ ഐഫോണ് ഇങ്ങനെയൊക്കെയാണ് ആവണ. ഇവിടെ റേഞ്ച് ഇല്ല. ഇവിടെ വൈഫൈ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോകണം. മനസ്സിലായോ? ഹലോ, എവിടെ ഉള്ളപ്പോ? ഞാന് കേക്കായിട്ട് സംസാരിച്ചില്ല, മീറ്റിംഗില്ല. മിസ്റ്റർ എക്സിലാണോ? അതെ. പിന്നെ കേക്ക് എവിടെ? ഞാൻ മിസ്റ്റർ എക്സിലേക്ക് വരട്ടെ. മിസ്റ്റർ എക്സിലേക്ക് വരട്ടേന്നോ? ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറി കൊടുത്ത അങ്ങേര് പടയാള് പൊട്ടാളം എല്ലാം ഇവിടെ നിപ്പുണ്ട്. അങ്ങേര് നേരെ കൊണ്ടുപോകും. അല്ല, അലിഗേഷൻസ് ഉണ്ട്. ഓക്കെ, എന്റെ അടുത്ത് ഇല്ലാത്ത സാധനം ഞാൻ എന്ത് ചെയ്യും? എന്നോട് തന്നെ പറഞ്ഞില്ലേ സാബ്ഗുരു, സാബ്ഗുരു ഇത് ചെയ്യുന്നുണ്ട്, വേറെ ആളെ വെച്ചാ ചെയ്യുന്നതെന്ന്. ഇല്ലല്ല, ഞാനത് തമാശക്ക് പറഞ്ഞല്ലേ. അങ്ങനെ ആവും. ഇതിനൊക്കെ ഈ സിറ്റി മൊത്തം കൺട്രോൾ ചെയ്യുന്ന മിസ്റ്റർ എക്സ്. ഇവർക്ക് ഈ കോൾ റെക്കോർഡൊക്കെ ഈസി ആയിട്ട് എടുക്കാം. എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല തമാശക്കാത്. ഞാൻ ഒരു കാര്യം പറയട്ടെ,
ഇപ്പൊ വരാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് സംസാരിക്കാം. അതിനുശേഷം ഞാൻ കേക്ക് ആയിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരാം. അതാണ് ബുദ്ധി. ഇത് അതിബുദ്ധിയാവും. ഇപ്പൊ ഒന്ന് ഞാൻ പോയി സംസാരിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. ആ കേക്ക് എടുത്ത് നേരിട്ട് സംസാരിച്ചോ. പക്ഷേ കേക്കയോട് നേരിട്ട് ഞാൻ സംസാരിച്ചോളാം. ഓക്കെ 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 ഓക്കെ. അത് തന്നെയല്ലേടാ പുള്ളിയും പറഞ്ഞത്. ഞാനും പുള്ളി ഒരേ കാര്യമല്ലേ പറഞ്ഞത്. മേടിക്കാൻ ആളുണ്ടെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ഫാമിലിക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ? ഗണ്ണ് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ചെലവുകളുണ്ട്. പീഡിനെ തല്ലണം. നമ്മുടെ ടിവിയില് പീറ്റർ ഒരു മെമ്പർ ഉണ്ട്. പീറ്ററാ? അങ്ങനെ ഒരു ടിവിയിലില്ല. ഇല്ല 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 ഇല്ല. നമ്മുടെ ലാസ്റ്റ് കൺസ്യൂമർ എന്തായിരുന്നു ടിവിയുടെ? ലാസ്റ്റ് കൺസ്യൂമന്റ് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ അടുത്ത ജൂലൈ ഓഗസ്റ്റ് ജൂൺ ആയില്ലാട്ടോ. ആയില്ല. ഏപ്രിൽ ആയിട്ടുള്ളൂ. ഏപ്രിൽ 2-ാം തീയതി 11 മണി 11:30-ക്കും 11:45-നും 11:50-നും ഇടയ്ക്ക്. ഓക്കെ, വെരി നൈസ്. താങ്ക് യു. അന്ന് വൈകിട്ടായിരുന്നു മുതുക്കി സെയിൽസ് നടന്ന് പീറ്റർ എന്ന പുള്ളി. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ സത്യം പറയട്ടെ, അതൊരു ഫേക്ക് ഡേറ്റ് ആണ്. ഞാൻ ചുമ്മാ ഷോ ഇറക്കാൻ വേണ്ടിയിട്ട് റാൻഡം ഡേറ്റ് പോലെ ചുമ്മാ പറഞ്ഞ. ഞാൻ ഡേറ്റ് വേണമെങ്കിൽ കറക്റ്റ് എടുത്ത ഡേറ്റ് ആണോ? കൺസർവേറ്റീവ് ഡേറ്റ് അറിയാൻ കൊള്ളായിരുന്നു. മാർച്ചിലായിരുന്നു തോന്നുന്നു, ഏപ്രിൽ അല്ലാതെ. ഡേറ്റ് നമ്മുടെ ഡാറ്റ മൊത്തം ഉണ്ട്. ഞാൻ പിന്നെ റഫായിട്ട് ഇപ്പൊ പി എ ഇല്ലാത്തോണ്ട് റഫായിട്ട് ഐഡിയ പറഞ്ഞു. ഞാനും എന്റെ പി എ ഇല്ലാത്തോണ്ട് എനിക്ക് പി എ ഇതുവരെ ഇല്ലേ, അതുകൊണ്ട് ഞാൻ റഫായിട്ട് ചുമ്മാ ഒരു റാൻഡം ഗസ് അടിച്ചതാ. കേക്ക് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് നമ്മളിത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാലോ സംഭവം നടന്നു എന്നുള്ളത്. എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി ഡീറ്റെയിൽഡ് ഇൻഫോ എൻ്റെ ഇല്ല. ഞാൻ ഇടയ്ക്കൊക്കെ വരും, ഇങ്ങനെ കൺസൈൻമെന്റ് ഒക്കെ വരും, അങ്ങനെ പോകും, അങ്ങനെയുള്ള. അല്ലാതെ കറക്റ്റ് ഒരു ആക്യുറേറ്റ് ഡേറ്റ എൻ്റെ ഇല്ല. ഞാൻ പറയണമെന്ന് തോന്നില്ല കേട്ടോ മിസ്റ്റർ വാസു. അബ്യൂസീവ് ആണെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ അബ്യൂസീവ് ആയിട്ടൊന്നും പറയല്ലേ. സി ഐ എം വെരി ഡീസന്റ് മാൻ, വെരി ജെന്റിൽമാൻ. അതായത് ജോണിക്ക് നമുക്ക് നല്ല രീതിക്ക് അറിയാം ജെന്റിൽമാനാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നല്ലൊരു കള്ളനുണ്ട്, ഒന്നോ രണ്ടോ ടിവിക്കുള്ളില്. ഞാനോർത്ത് എന്റെ അടുത്തായിരിക്കും നമ്മളെ കള്ളന്മാരെന്ന് കൂടെ വിളി. ഇല്ല, നിങ്ങൾ എല്ലാരും വിളിച്ചില്ലേ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞാണ്. പേര് പോലെ തന്നെ കേക്കയുടെ ഉള്ളിൽ ഒരു കാട്ടുകളർ. കാര്യം പറയട്ടെ, അവിടെ പ്രശ്നം എന്റെ ഉള്ളിലോ എന്തോ പിന്നെ ഒന്ന് വന്നേ. അവിടെ പ്രശ്നമായാ? അല്ല, ഇറ്റ്മാന്റെ കാര്യം പറഞ്ഞത് ചുമ്മാ തമാശ പറഞ്ഞാണ് കേട്ടാ. അത് കാര്യമായിട്ട് എടുക്കലെന്ന് പറയണേ. ഇല്ല പ്രശ്നമായിട്ടില്ല. അല്ലല്ല, ഞാൻ ചോദിച്ചതാ, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇല്ല ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഓൾ ഗുഡ്. നെക്സ്റ്റ് ചാറ്റ് AR സെയിൽ പ്ലീസ് കോൺടാക്ട്. ഈ നമ്പർ പോകുന്നതിന് മുമ്പ് വിളിക്കണമല്ലോ. ഹലോ അണ്ണാ, MS30 നാളെ വന്ന് കണ്ടാ മതി ചോദിക്കുന്നു. മീറ്റിംഗിലല്ലേ? നാളെ വരാൻ പറ. ഓക്കെ. ഈ നമ്പർ ആരുള്ളത് നോട്ട് ചെയ്ത് പറയണേ. ഈ നമ്പർ ഫോൺ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഈ നമ്പർ എടുത്തു വെച്ചോണ്ട് ഇതെങ്ങനെ ടൈപ്പ് ചെയ്യും? കാസ്ട്രോടെ ചാറ്റ് ടൈപ്പ് ചെയ്യാം. 205 502 502 81 16. ഓക്കെ. 2055028116. യൂസർ ബിസി. നാട്ടിലുള്ള എല്ലാ അച്ചിപ്പട്ടികളും കണ്ണിന് വിളിക്കുന്നത്. മെറ്റ എടാ, ഇവിടെ ചാറ്റിൽ ഒരാൾ വന്ന് പറഞ്ഞടാ,
ഹിറ്റ്മാന്റെ കാര്യം പറഞ്ഞത് ശോകമായിരുന്നു. ഞാനിപ്പോ അവരുടെ ചാറ്റ് എടുത്ത് നോക്കിയപ്പോ ഭയങ്കര സീരിയസ് ഡിസ്കഷൻ. എനിക്കത് കാരണം ഞാൻ സത്യം പറയാലോ കേസ്, എനിക്കിപ്പോ പേടിയാ. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയണത് പോലും ഉണ്ടല്ലോ, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ പേടിയാ എനിക്ക്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഫ്രണ്ട്ലി ആയിട്ട് ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മൾ കൺസേൺഡ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളിങ്ങനെ RPയിൽ എന്തെങ്കിലും തമാശയായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തമാശയായിട്ടല്ല പലയിടത്തും എടുക്കുന്നത്, മനസ്സിലായി? അപ്പോൾ ആ ഒരു പേടി എനിക്കിപ്പോൾ ഉണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിനു മുമ്പ് ഞങ്ങളെ അത്രയും എക്സ്ട്രീം വേഴ്സിലോട്ട് എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം KVയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് സെൻസിറ്റീവാണ് സത്യം പറഞ്ഞാൽ. സീരിയസ് ആയിട്ട് ഞാൻ അതാണ് അത് അത്രയ്ക്ക് ഇതായിട്ട് ഇതാക്കാൻ പറ്റത്തില്ല. ഞാനതാ പെട്ടെന്ന് അത് എടുത്തിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇനി ബാഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ബാഡ് ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ സോറി പറയാമെന്ന് വിചാരിച്ചത് അതാണ്. ലാപ്ടോപ്പ് എന്റെ ഒരു കീഴിലെ ഇൻഫർമേഷൻ ഉണ്ട്. ഇവിടെ ഗണ്ണ് വയ്ക്കുന്ന ഒരുത്തന്നെ നമ്പർ കിട്ടിയിട്ടുണ്ട്. നമ്പർ തരട്ടെ? നമ്പർ 205. സൂപ്പർ റിഷാൻ. സൂപ്പർ ജമാലു. ജമാലുവാ? അല്ലല്ല, അവൻ സത്യത്തിൽ നേരത്തെ അതിട്ടത് ഞാൻ പറഞ്ഞിട്ട്. അതായത് ഗണ്ണ് വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടിട്ട് ഇട്ടതാ. അതെ, ഡ്രാമ. ഒരു മിനിറ്റ് വാസു ഇങ്ങോട്ടൊന്ന് വരുമോ? വാസു ഒരു മിനിറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ. ആരെയും നമ്പർ വന്നിട്ട് അവൻ മറ്റേ ഉസ്മാനാണ് സുലൈമാനാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഉടനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നാണക്കേടില്ലോടാ. പോയിട്ടാ പോക്കണം കേട്ടവനെ. എന്റെ ഓറ 2 ദിവസമായിട്ട് ഫുൾ മൈനസ്. 2 ദിവസമായിട്ട് പോയി അവിടെ തിന്നു വലിയ ചേട്ടാ കീഴ്ക്കൻ ഹിറ്റ്മാന്റെ ചിരി കണ്ടോ നീ? എടാ ഇങ്ങനെ നാണം കെടുത്തല്ലേടാ. കാർലോയും ചിരിച്ച് ജോണി ബാബൻ ചിരിക്കാതെ എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാ. തത്സമയത്ത് ചിരിക്കുവാന്നാണ് ഇവിടെ ഇൻഫർമേഷൻ കിട്ടിയത്. കേക്ക് അവിടെ മറിഞ്ഞു വീണെന്നാ കേട്ടെ. അതൊക്കെ കേട്ടിട്ട് എന്തുവാടാ ഇത്? ഇതൊക്കെ പറഞ്ഞു തന്നേ? ഇതൊക്കെ ആരാ പറഞ്ഞു തന്നേ? അവൻ ഇവിടെ ഇതിനകത്ത് പോസ്റ്റ് ഇട്ട് ഞാൻ അവനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അപ്പൊ എനിക്ക് എന്റെ ചാറ്റിൽ ബിഹേവ് ചെയ്യണം മര്യാദക്ക്. ഉള്ള കാര്യം പറയാ, കളിയാക്കല്ല. അത്രയും ബുദ്ധി ഉണ്ടെന്ന് ഇങ്ങനെ പേരിടൂ. ഫ്രീ ആണോ JP? അങ്ങനെ സ്റ്റാർലോഡായിട്ട് സാബുജി മീറ്റിംഗ് വെച്ചിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാവോ? എനിക്കറിയില്ല. ഇതൊക്കെ ജിപിയുടെ കോർഡിനേറ്റ് ചെയ്ത് ടൈം ഫിക്സ് കേട്ടോ മീറ്റിംഗിന്. ആ ഇൻഫർമേഷൻ വാലിഡ് അല്ലായിരുന്നു. ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് പറ്റിയതാണ്. പക്ഷെ 10 മിനിറ്റ് മുമ്പ് ഇറക്കിയതാണ് സൂപ്പർ ഷാനെ. അത് ഇവിടെ നിന്ന് ഇറക്കിയതായിരുന്നു. ഹിറ്റ്മാൻ ഇപ്പം അതൊന്ന് പറയായിരുന്നു കേട്ടോ. സീക്രട്ട് ഓപ്പറേഷൻ അല്ലേ അതാ? അയാളെ ബുക്കിംഗ് വെച്ചിട്ടുണ്ടാവില്ല സ്പോട്ടിൽ തന്നെ. നല്ലൊരു ഐഡിയ ആയിരുന്നു, വിശ്വസിച്ചു ആൾക്കാര്. ഇതിലിപ്പം നമുക്ക് എന്ത് ചെയ്തു തരണം എന്നുള്ള കേക്ക് പറ. അതിനനുസരിച്ച് ഞങ്ങൾ ഇന്ന് തൊട്ട് അതിനുവേണ്ടി നമ്മൾ TV ഒരുമിച്ച് ഇറങ്ങുന്നതായിരിക്കും. ഒന്നെങ്കിൽ പിടിച്ച എല്ലാ ഗണ്ണും തിരിച്ച നമുക്ക് സബ്മിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എല്ലാ ഗണ്ണും കയ്യിൽ വെച്ചാ ഞാൻ കത്തിച്ചു വിട്ടേക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ തൊട്ട് ഈ സിറ്റിയിലെ സിറ്റിസനെ എല്ലാം പിടിച്ച് തള്ളട്ടെ. ഇത് എങ്ങനെ പിടിക്കാനാന്നാണ് കേക്കയുടെ ഒരു നാക്ക്. കേക്കയുടെ മനസ്സിൽ ഇത് കാണുമല്ലോ. പിടിക്കാൻ ഇപ്പൊ ഹിറ്റ്മാൻ ചെയ്ത പോലെ തന്നെ നമ്മള് നമ്മുടെ സ്റ്റാഫിനെ വേഷം മാറ്റി വിട്ടെ. ഇവരുടെ കൂടെ ഉള്ള പുള്ളിക്ക് സ്റ്റാഫായിട്ട് കയറിയായിരുന്നു കഴിഞ്ഞ ദിവസം. മിസ്റ്റർ എന്തായിരുന്നു അത്, എന്തോ ഒരു പേര്, പുള്ളിയോടെ കേറി. ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്റ്റാഫായിട്ടേ പറഞ്ഞു. എനിക്കൊരു വലിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ട്. അടുത്തത് ഈ ഇൻഫർമേഷൻ കേട്ടാ കേക്ക് ശരിക്കും ഞെട്ടും. കേക്കട്ടെ. കേക്കേ മറ്റേ ഗണ്ണ് മേടിച്ച് പറ്റിച്ച കളർ എന്നെ വിളിക്കുന്നു. ഒരു മിനിറ്റ് കേക്ക്.
ഹലോ ആ ആരാ? ഗണ്ണ് കൊടുക്കാനുണ്ടോ? ഗണ്ണോ? AR ഫോർ സെയിൽ എന്ന് പറഞ്ഞ സ്റ്റോറി അല്ല ഇത് പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ടോ? ഇങ്ങളേല് കൊടുക്കാനുള്ളതാ? അല്ല നിങ്ങളുടെ കൊടുക്കാനുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിവിടെ നിങ്ങക്ക് എന്റെ നമ്പർ ആരാ തന്നെ? എന്റെ കൊടുക്കാണ്ട് തന്നെ ആട്ടാരേലും കൊടുക്കാണ്ടോന്നേ. നിങ്ങക്ക് നിങ്ങളെ AR വെക്കണ ആളാ? ഞാനല്ല ഞാൻ AR. എന്നാ ഒരു 20 എണ്ണം വേണേ. എത്ര പണേലും നമ്മള് തരാം പൈസ. നിങ്ങളൊന്ന് നേരിട്ട് കണ്ട് അപ്പൊ തന്നെ പൈസ ഡീൽ ചെയ്യും. 20 എണ്ണം. നമ്മളിവിടെ എന്നോട് AR വെക്കണ്ട. നമുക്കാരാ നമ്പർ? നമ്മളിവിടെ പ്ലംബിംഗ് പണിക്ക് പോണ ആളാ. ഓ ശരി 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 ശരി. ഞാൻ സ്റ്റോക്ക് ഉണ്ടോ നോക്കിട്ട് വിളിക്കാം. സ്റ്റോക്ക് ഉണ്ടോ നോക്കിട്ടോ. എത്ര ഷെയർ വേണം? ഇപ്പൊ തരാം. ഇപ്പൊ തന്നെ വിളിച്ചോ. എന്റെ ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് കയ്യില്? ഞാൻ ദാ വരുന്നേ. കയ്യിലൊരു 150 എണ്ണം ഉണ്ട്. 150 എണ്ണം? മൊത്തം എടുത്തോ? മൊത്തം എടുക്കാം. എവിടെ വരണം? 6157. പെട്ടെന്ന് വാ പെട്ടെന്ന് വാ. ഞാൻ പലവട്ടലോട്ടോ പലയിടോ. പലട്ടയോ? ഇതാ വരുന്നു. പിന്നെ നമ്മളെ വിശ്വാസം എനിക്ക് എത്ര ആളാണേലും കൂട്ടിക്കോട്ടോ. നമ്മളങ്ങനെ ഒറ്റി കൊടുക്കുന്ന ആളൊന്നല്ലേ. ഓ എടുത്തു പറഞ്ഞപ്പോഴേ മനസ്സിലായി. 150 എണ്ണം കൊണ്ടുവരോ? 150 എണ്ണോ? അയച്ച് കുറച്ചുകൂടെ കിട്ടിയാ കുഴപ്പമില്ലായിരുന്നു. ഓ എന്നാ 200 എണ്ണം എടുക്കാം. 200 എണ്ണം. ഓക്കെ ഓക്കെ ഓക്കെ. വണ്ടി വരും കോടികള്. അതവിടെ വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു മിനിറ്റ്. ഞാൻ സാഫ് ഗുരുവിനൊന്ന് വിളിച്ചിട്ട് പറയാം. ഞാൻ മാനേജറാണേ. സ്റ്റാഫ് ഗുരുവാ? സാഫ് ഗുരുവിന്റെ മാനേജറാ. ഈ സ്റ്റാഫ് ഗുരുവിന് ഇതിനകത്ത് എന്താ ബന്ധം? ബന്ധം എന്ന് വെച്ചാ ഒന്ന് മുതുക്കില് സാഫ് ഗുരുവിന്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അത് ഞാനായിരുന്നു അതില് ഡയറക്ടറെ. ഓ ഡയറക്ടർ. ഈ സ്റ്റാഫ് ഗുരു ആണോ നിങ്ങളെ ഫണ്ട് ചെയ്യുന്നത്? അതെ. പുള്ളി ഇവിടെ അറിയില്ലേ, എല്ലാ തട്ടുകട മുതൽ എല്ലാ ഷെഡി ബിൽഡിംഗ് വരെ മൂപ്പര കയ്യിലാ. ഓ സ്റ്റാഫ് ഗുരു ആണല്ലേ? സാഫ് ഗുരു. പിന്നെ ഗണ്ണ് 200 എണ്ണം റെഡിയല്ലേ? നിങ്ങള് വെറുതെ അമ്പി കളിക്കരുതേ. ഇല്ല സ്റ്റാഫ് ഗുരുവിന് എന്തിനായി കണ്ടല്ല. ഓക്കെ നമ്മള് സാഫ് ഗുരുവിന് സാഫ് ഗുരു ആയിട്ടാ വരിക. നിങ്ങള് അമ്പി കളിച്ചാൽ നമ്മള് അടിച്ചിടും. അയ്യോ അടിച്ചതിടല്ലേ. നമ്മുടെ ഗഡ്ഡിയിലൊക്കെ ചെയ്ത് കുടുംബം പോറ്റാൻ വേണ്ടി ചെയ്യണ പരിപാടിയാ. അല്ല നിങ്ങളെ മറ്റേ സാധനം ഉണ്ടോ? ഏത്? കാടിവെള്ളം പച്ച കളറിലുള്ള? അതൊന്നുമില്ല. നമ്മള് ഗഡ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യില്. നല്ല പൊട്ടണ കണ്ണല്ലേ? പിന്നെ വാട്ടർ കണ്ണൊന്നല്ലോ. മഴയെ തോലും പൊട്ടും. ഒരു മിനിറ്റ്. സാഫ് ഗുരു എടുത്തിട്ടുണ്ട്. അല്ല അണ്ണാ സാഫ് ഗുരു ഗണ്ണ് വെക്കുന്ന ആള് കിട്ടിയിട്ടുണ്ട്. ഒരു 2000 കോടിയോ? 2000 കോടി എടുത്തു വരാം. എത്ര കോടിയാ വേണ്ട? സ്റ്റാഫ് ഗുരുവിന്റെ ഫോൺ കൊടുക്കാവോ? അണ്ണ സാഫ് ഗുരു ബാത്റൂമിലാണേ. ഒരു മിനിറ്റ്. ഫ്ലഷ് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ആയില്ല. ഒന്ന് ഫ്രഷ് ആവായിരിക്കും. കേൾക്കുന്ന സൗണ്ടോ? കേക്ക് കഴിഞ്ഞിണ്ടാവും. അല്ല അപ്പം എത്ര ഗണ്ണുണ്ട് എന്നാ പറഞ്ഞ? ലൊക്കേഷൻ എങ്ങോട്ടാ വരണ്ടേ? ഇപ്പൊ വാങ്ങും നമ്മള്. ഇപ്പൊ നമ്മള് നമ്മളിപ്പോ 200 ഗണ്ണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവാ. ഞാനും സാഫ് ഗുരു. പലേറ്റോ അല്ലേ? ഞാൻ അടുത്തിട്ട് വിളിക്കാം. ഗണ്ണൊക്കെ എടുത്ത് എന്നെ ഫുള്ള് പർച്ചേസ് ചെയ്യാൻ പോവാ. സാഫ് വേണ്ട. കോട്ടും സൂട്ടും. ഈ കവിയൂർ പൊന്നമ്മേനെയാണോ പിടിച്ച് ഞാനിങ്ങനെ ബുദ്ധിപരമായിട്ടാണ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാറുള്ളത്. അത് മാത്രമല്ല കണ്ടില്ലേ? ഇവനെ നിങ്ങളാണല്ലേ ഏൽപ്പിച്ചത് കണ്ടുപിടിക്കാൻ? നേരത്തെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എനിക്ക് കേക്കൊക്കെ തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉണ്ണിയെന്നും കൂടെ വിളിച്ചിരുന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് ഡ്യൂപ്പ് ചെയ്യായിരുന്നു. ജോക്കി നമുക്ക് പിടിച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ അല്ലേ ജോക്കി? ഞാൻ പറഞ്ഞു ഇപ്പൊ വിശ്വാസമായില്ലേ? രണ്ട് ഫാമിലി കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടണ്ട. വിളിക്കുന്നുണ്ട്. സ്പീക്കർ കേൾപ്പിച്ചൂടെ? ഹലോ പറയടാ. എടാ ഹിറ്റ്മാനെ. ഹലോ. പറയടാ. ഞാൻ പറയണ കാര്യം അർജന്റായി കേക്കണം. അതായത് ഞാൻ എക്സ്റ്റാർട്ട് ഇട്ടതിൽ എനിക്കൊരു കോള് വന്നേ. ഓന്റെ കയ്യിൽ 150-200 ഗണ്ണുണ്ടാവും. ഒന്ന് വെറുതെ ഞാൻ മറ്റേ സാഫ് ഗുരു ഇല്ലേ ഓന്റെ ആളാന്നൊക്കെ പറഞ്ഞേ. അപ്പം ഇതൊന്ന് തൽക്കാലം ഒരു കോട്ടും സൂട്ടും ഇട്ട് വരുമോ? പലേറ്റോ വരെ പോവാനാ. അല്ല നിനക്ക് ഈ സാഫ് ഗുരുവിനെ അറിയാവോ?
ഇച്ചറിയില്ല ഓനാരാന്നൊന്നും എനിക്ക് പൈസക്കാരനാന്നറിയാ വേറെ ആരാന്നൊന്നും അറിയില്ല. ഇനിയിപ്പോ ഓൻ തന്നെ അടിച്ചൂലേക്കൂലേ? അല്ല സാബ്ഗുരുവിനെ ഞാൻ ഇടക്ക് വിളിച്ചാണ്ടെത്തോന്ന് പറഞ്ഞില്ലേ ഓനെ പിന്നെ വിളിച്ചിനി. അല്ല എനിക്ക് ഒരു 150-200 ഗണ്ണ് കാണും. കുടുങ്ങിയില്ല, ഞാൻ അങ്ങനെയാണ് ഡീൽ ചെയ്തേ. നീ ഇടക്കിടക്ക് ഇതേപോലെ ഇട്ടോ, ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോ വിളിച്ച് പറയണം കേട്ടോ. അതല്ല ഓൻ പലേറ്റം ഉണ്ട്. ഞാനിപ്പോ ഒരുത്തനെ അമ്പി കളിക്കാൻ ഒരുത്തനെ വെച്ച് പൈസ കൊടുത്തിട്ട് തൽക്കാലം ഞാൻ എന്റെ കുറച്ച് കർത്തമണി ഉണ്ട്, അതിനെ അവന് ഷെയർ ചെയ്തിട്ടേ ഓനെ കൊണ്ട് ഞാൻ ഇതാക്കിയോളാം. സാഫുഗുരുവിനെ പോലെ അഭിനയിച്ചോളാം. അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ തൂക്ക്. അല്ല ഹിറ്റു പലേറ്റോലാന്ന് വരാൻ പറഞ്ഞേ. ഞാൻ ഒറ്റക്ക് പോയാ ശരിയാവോ? ഒന്ന് അടിച്ചോ? ഒന്നും ചെയ്യത്തില്ലായിരിക്കും. ഇല്ല കാട്ടക്കാട് അടിച്ചാനാണ്. ആള് ഫ്രണ്ട്ലി, പക്ഷെ ശബ്ദം അത്ര ഇതല്ല. അല്ല കുറച്ച് ഗൗരവേ ജലദോഷാണ്. ഗൗരവ സ്മൂത്ത് അല്ല. നമുക്ക് എന്തായാലും പിടിക്കാം. എന്തായാലും പിടിച്ചണം. പിന്നെ വെച്ചാലേ 150 ഗണ്ണ് പറഞ്ഞാല് അതൊക്കെ വാങ്ങാണെങ്കിലേ 50 നിക്കാണ്ടി. നിനക്ക് എന്തിനാ കണ്ട് വെറുതെ ഗണ്ണ് നല്ല ഡബിൾ ബാരൽ ഗണ്ണ് എന്ന് പറഞ്ഞ ആൾക്കാരെ ഭീഷണി എടുത്താനേ. അത് വേണ്ട. നീ പലവട്ടം എത്തുമ്പോ വിളിക്കും. മറ്റേ പുള്ളി വരുവാണെങ്കിൽ വിളിക്കും കേട്ടോ. വിളിക്കാം. പിന്നെ ഞാൻ ആരെ കൂട്ടിയാ പോവാൻ നോക്കട്ടെ. കാട്ടാക്കടയുള്ള മെമ്പറെ കൂട്ടി പോവാ. ഒരു വണ്ടി കത്തുന്നുണ്ട് അപ്പുറത്തുനിന്ന്. അങ്ങനെ ചെയ്യല്ലോ, അതൊക്കെ മോശം തെറ്റല്ലേ അതൊക്കെ. ഞാൻ വെറുതെ പറഞ്ഞ ഏപ്രിൽ ഫുൾ. ഞാൻ സിറ്റി മൊത്തം എയർ മൊത്തം പർച്ചേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വെച്ചതാണ്. പലേറ്റോന്റെ ലൊക്കേഷൻ എടീനി. നീ അവിടെ വിളിച്ചു പുള്ളി വിളിച്ചു വെച്ചിട്ട് ജോണി മാമുണ്ട്. ഡീല് ചെയ്യുന്നു അത്രേ ഉള്ളൂ. 150 എണ്ണ ഒറ്റക്ക് പോയിട്ട് വന്നോ? എന്നാ ശരി, വേറൊരു കാര്യത്തിൽ ഇരിക്കുവായിരുന്നു. ഞാൻ വിളിക്കാം. അടുത്തിട്ട് വിളിച്ചിട്ട് വിളിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. വിശ്വസിക്കാൻ ഞങ്ങൾ ഇതൊക്കെ എഫേർട്ട് എടുത്തില്ലേ? ഞാനൊരു കാര്യം കേക്ക് എടുത്ത് പറയാം. ഈ ഇൻഫർമേഷൻ കേട്ടാ കേക്ക് എന്തായാലും ഞെട്ടും. കേക്ക് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെ തന്നെ ഞാൻ വേറൊരു പഴഞ്ചൊല്ലൂടെ പറയാം. കള്ളം കപ്പലിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ കേക്ക് വിശ്വസിക്കുമോ? വിശ്വസിക്കും. പിന്നെ അങ്ങനെ അല്ലല്ലോ അതിന് മറുപടി പറയണ്ടേ കേക്ക്? കേക്കയുടെ കൂട്ടത്തിലുള്ള ഒരാള് ഗണ്ണ് വെക്കുന്നുണ്ട്. പേരറിയോ? അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ എങ്ങനെയാ കേക്ക്? അത് തെളിവടക്കം കേക്കയുടെ മുമ്പില്. ഹലോ, കൂടെ ഉള്ള എല്ലാരും വിശ്വാസമാണോ കേക്ക്? അതെ, പറ. അല്ലല്ല, നമ്മുടെ കൂടെ ഉള്ളതില് വർഷങ്ങളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ വിശ്വസിക്കുള്ളൂ. വർഷങ്ങളായിട്ടുള്ള കേക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ നേരെ പുറകിരിക്കുന്ന ഗാർഡില്ലേ, പുള്ളി ഇത്രയും നേരം അവിടെ ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്നു. എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചോ? പുള്ളി നിങ്ങൾ പറഞ്ഞാണ് പറയുന്ന കണ്ട പുള്ളി ഇതാ ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇത് രാമകുട്ടിയാണോ? രാമകുട്ടി എനിക്ക് ആളെ അറിയാം, പക്ഷെ ഇന്ന് ആള് മറ്റേ ഇത് വാലിഡ് ആയിട്ട് ഇത് പ്രൂഫ് ഉള്ള ആൾ ഇന്ന് അവൈലബിൾ അല്ല. ആള് വന്നാൽ ഞാൻ കേക്കയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി തരും. ഓൾറെഡി പുള്ളിയുടെ കൂടെ കാണുമല്ലോ, പിന്നെ ഇതിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി തരുന്നേ. ഇല്ല, ആ പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പുള്ളി ഇപ്പൊ എന്താ ഇവിടെ ഇല്ല. ഇൻസ്ട്രക്ഷൻ ഇല്ല. പറഞ്ഞു വിട്ടോ അത് പുള്ളിയെ? പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ചോദിച്ചു, മോനെ എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച്. ഇവിടുന്ന് ഗണ്ണ് ചൂണ്ടാനുള്ള പ്രതീക്ഷയില വന്നെന്നുണ്ടെങ്കിൽ മോൻ വിചാരിച്ചാൽ നടക്കൂല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളുണ്ടായിരുന്നു പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിച്ച ആളാണ് അറിയില്ല. അങ്ങനെ അയാളിപ്പോ ഇല്ലാന്ന് പറഞ്ഞു. എന്റെ ചെവിയിലൊന്ന് പറയാമോ? ഏതാ ആളുടെ ചെവി? എന്റെ പേര് എന്റെ ചെവിയിലൊന്ന് പറയാമോ? വിഷു ഓഫർ AR സെയിൽസ് പ്ലീസ് കണക്ട്. മുട്ടി നിൽക്കുകയാണ് വാങ്ങാൻ. സൂപ്പർ റിഷാൻ.
ഇത് ഏത് ജമാലുമാണ്? ഇത് ഏത് ജമാലിനെ പറ്റി? ഇത് മറ്റേ പണ്ടത്തെ ജമാലുമാണോ? അവനാണോ ഇത്? ബെല്ലാരി അല്ലല്ലോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല എല്ലാവന്മാരും അവന്മാരുടെ സൗണ്ട് അവന്റെ ഇതുപോലെ ശബ്ദം അല്ലായിരുന്നോ? ഞാനേ ഇങ്ങോട്ട് വന്നേ. ഈ നീ പറയാൻ പോയവന്റെ പേര് ഞാൻ ആദ്യത്തെ അക്ഷരം പറയട്ടെ. പറ. എഫ്. അവസാനത്തെ അക്ഷരം എ. ബാക്കിയുള്ള അക്ഷരം പറയാ ജോക്കി. അവൻ പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി. ഫിറോസിക്ക. ഓക്കെ. എടാ നീ എന്നെ നാണം കെടുത്താനായിട്ടാണോ ഇങ്ങനെ കൊണ്ടിരുത്തി? ഇല്ല, എനിക്ക് അവന്റെ പേര് അറിഞ്ഞൂടാ. അവ മറന്നുപോയി. അവ അന്ന് പറഞ്ഞതാ. മറ്റേ സൈഫർ എന്ന് പറയണവൻ. എനിക്ക് പേര് അറിയാത്തോണ്ടാണ് ഞാൻ നാളെ പറയാന്ന് പറഞ്ഞ. അല്ലെങ്കിൽ ഇന്ന് തന്നെ പറയൂലായിരുന്നു. കെട്ടവനെ കൊട്ടിക്കോഷിക്കുന്ന എന്തിനാ നീ ജോക്കി? എന്റെ വലിയ സംഭവം എന്ത് വാടാ ഇത്? ഹലോ ഹലോ, ക്ലിയർ പോസ്റ്റൽ കോഡ് ഒന്ന് പറയോ? 9663. എത്ര? 9663. 9663. 9663 അല്ലേ? എടാ 9663. ആ ഓക്കെ ഓക്കെ. ഇങ്ങക്ക് നമ്മള് വേറെ കിച്ചിനുള്ള ഗുളിക വേണോ? വേണ്ട. ഇതെന്റെ പണ്ടോട്ടെ ശബ്ദം ഇങ്ങനെയാ. ആണോ? നമുക്ക് പേടിയുണ്ട്. നിങ്ങൾ കടിക്കോ? അങ്ങനല്ല, നിങ്ങളൊന്നും നമ്മള് ചെയ്യൂലല്ലോ. കടിക്കൊന്നുമില്ല. ആ നമ്മള് പിന്നെ ഏറെ നമുക്ക് തരുന്നവർക്ക് നമ്മള് പ്രത്യേകം കോഴി കഫേന്ന് നല്ല മുട്ട ബിരിയാണി കൊണ്ടാ വരുന്നേ. മുട്ട ബിരിയാണിയും കൊട്ട ബിരിയാണിയും ഒന്നും വേണ്ട. ഗണ്ണും പൈസ മതി. പൈസ തന്നാ മതി. ആ പൈസ തരും. പിന്നെന്താ പൈസ ഞങ്ങൾക്ക് നിങ്ങളല്ലേ വിശ്വാസം. അതുകൊണ്ട് ആദ്യം പൈസ ഞങ്ങള് തരേ. എന്താ മനസ്സിലായില്ല? ആദ്യം പൈസ ഞങ്ങള് തരാം, എന്നിട്ട് ഗണ്ണ് തന്നാ മതി. വിശ്വാസം ഇച്ചിരി കൂടുതലാണ് ജമാലുവിന്. ഓക്കെ. നമുക്ക് ജമാലുവിനെ കാണാൻ പോയാലോ? ജോക്കി എന്റെ ഓറ ജോക്കി ചേച്ചിയുടെ ബർത്ത്ഡേ. ദിവ്യയുടെ ബർത്ത്ഡേ. പോയിട്ടോ ഗൈസ് ഞാനെന്നാ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഇറങ്ങട്ടെ. അല്ലെങ്കിൽ ഗൈസ് അവരെല്ലാം താഴെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ ഇനി ഇവിടെ വല്ലപ്പോഴുമാണ് ഫാമിലിയിൽ എല്ലാരും വരണത്. മനസ്സിലായോ? അപ്പൊ അതാണ് പ്രശ്നം, വേറെ ഒന്നും കൊണ്ടല്ല. ഞാനും ഇറങ്ങും കേട്ടോ. കേക്കെ എനിക്ക് അർജന്റായിട്ട് ഒന്ന് പുറത്തോട്ട് പോണമായിരുന്നു. കേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിപ്പിച്ചാൽ മതി. ഇനി ഞങ്ങള് KV ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഡേറ്റ് പറയാം. ഇതിന്റെ എല്ലാം കറക്റ്റ് ഡേറ്റ കിട്ടുന്ന അന്ന് നമ്മൾ കേക്ക് ഇങ്ങോട്ട് വിളിപ്പിക്കും. വരാതിരിക്കരുതേ. അപ്പൊ ഗുഡ് നൈറ്റ്. ഞാൻ പോയിട്ട്. അതുപോലെ കേക്ക് ഇവിടെ വരുമ്പോ ഗണ്ണ് കൊണ്ടുവരാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന വണ്ടിയിലാണ് എന്റെ ഗണ്ണും ബുള്ളറ്റും വെച്ചത്. പക്ഷെ സിറ്റി ഇടയ്ക്ക് വെച്ച് സമ്പർക്കം വന്ന് പോയില്ലേ? പോയ സമയത്ത് എന്റെ ഗണ്ണും ബുള്ളറ്റും പോയി ആ വണ്ടിയോട് കൂടെ ചേർന്ന്. വണ്ടി പോയി, സിറ്റി മൊത്തത്തിൽ പോയില്ലായിരുന്നോ? അപ്പൊ ഇത് ബിസ്ട്രക്സിന്റെ മേടിക്കണോ അതോ ദൈവത്തിന്റെ മേടിക്കണോ? നമ്മള് ഇറങ്ങട്ടെ. നമ്മള് അയാളുടെ പേര് ഇയാളുടെ പേര് KK എന്നാണെങ്കിലും KKയുടെ പല അബ്രിവേഷൻ ഉണ്ട്. പല അബ്രിവേഷൻ. സത്യം പറഞ്ഞ ഇന്ന് ഇയാൾ കാട്ടുകള്ളനായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. എനിക്ക് 2 ദിവസമായിട്ട് കുഴപ്പമില്ല, ഓറ പോകുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഈ മുന്നിൽ വിളിച്ചിരുത്തിയിട്ട് എന്തൊക്കെയാ നീ പറയുന്നത്? ഗാങ്ങിന്റെ ലീഡർ ജോക്കിക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം ഇതുവരെ മനസ്സിലായിട്ടില്ല. അതെ, ജോക്കി
ഇപ്പം എത്ര ദിവസമായി കാണും ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഒരു 2-3 ആഴ്ചയായി കാണും. 2-3 ആഴ്ച. ജോക്കി കഴിഞ്ഞ ഒരു 1.5-2 മാസമായിട്ട് ഞാൻ ഈ ഗൺ ഡീലിങ്ങിന്റെ പുറകിലാണ്. മനസ്സിലായ? ഈ ചന്ദ്രൻ എന്തോ പുതിയ കേസ് പറഞ്ഞേ? ഇത് ആരുടെ വണ്ടിയാ ജോക്കി ഇത്? എനിക്കറിഞ്ഞോ, നമ്മൾ ഇതിനകത്തല്ലോ വന്നേ, നമ്മൾ ഗ്യാങ് കൊണ്ടില്ലല്ലോ വന്നേ. അതാരുടെയും ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് സ്റ്റാഫ് ഗുരു എന്തോ പറഞ്ഞേ ചന്ദ്രനെ കുറിച്ച്? സ്റ്റാഫ് ഗുരു അല്ല, സാബ് ഗുരു. സാബ് ഗുരു എന്തോ പറഞ്ഞേ? സാബ് ഗുരു പറഞ്ഞ എന്താന്ന് ജോക്കിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇല്ല, എനിക്കത് ക്ലിയർ ആയിട്ട് പിടിയിട്ടില്ല. പുള്ളിയോട് നേരിട്ട് സംസാരിച്ചിട്ട് വേണം അതിന്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ. മിസ്റ്റർ വന്ന വണ്ടിയായിരുന്നോ? മിസ്റ്റർ